ചേട്ടൻ്റെ പേരെന്തുവാ? ഷൈൻ. ഷൈൻ. എവിടെ സ്ഥലം? കരിക്കോട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഈ വീഡിയോയിൽ കാണുന്ന മനുഷ്യൻ കഴിഞ്ഞ 4-5 ദിവസമായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞു വരികയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്ങോട്ട് പോകണമെന്നോ അദ്ദേഹത്തിന് അറിയില്ല. അല്പം ഓർമ്മക്കുറവും ചെറിയ മാനസിക പ്രശ്നങ്ങളുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പേര് ഷൈൻ എന്നാണ്. കൊല്ലം കരിക്കോടാണ് സ്വദേശമെന്നും ചില സമയങ്ങളിൽ മറ്റേതൊക്കെയോ സ്ഥലങ്ങളുടെ പേരുകളും ഒക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. ഭാര്യയും മകളുമുണ്ട് എന്നും ഭാര്യ ഉപേക്ഷിച്ച് പോയതാണെന്നും ഇയാൾ പറയുന്നുണ്ട്. എത്രത്തോളം ശരിയാണ് എന്നറിയില്ല. ഏതായാലും പോകാനൊരു ഇടമില്ലാതെ ആശുപത്രിയിൽ കഴിഞ്ഞ് ഇയാളെ ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശും ബാബുവും ഷാംഷാജിയും ചേർന്ന് ഏറ്റെടുത്ത് മൈനാഗപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ഫാദർ മനോജ് കോശി വൈദ്യൻ്റെ കാർമേൽ സ്നേഹനിലയത്തിൽ ഇദ്ദേഹത്തെ ആക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ബന്ധുക്കളോ പരിചയക്കാരോ ഇദ്ദേഹത്തെ തിരക്കി എത്തുകയാണ് എങ്കിൽ വിളിക്കേണ്ട ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ മുകളിലായി കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും അദ്ദേഹത്തിനെ ആരെങ്കിലും ഏറ്റെടുക്കുകയാണ് എങ്കിൽ തിരികെ കൊണ്ടുപോകുവാനും വേണ്ടിയാണ് ഇങ്ങനെയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. അതുകൊണ്ട് ഈ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. സുഖം പ്രാപിപ്പിച്ചു. ആശുപത്രിയുടെ ചെലവിൽ നമ്മൾ കരുണാലയം കണക്കുള്ള ആതുര സേവന കേന്ദ്രത്തിലേക്ക് മാറ്റുക ഇപ്പൊ പതിവായി കൊണ്ടിരിക്കുകയാണ്. ഗണേശിനെ ഭവനെ കൂട്ടി ഈ രോഗിയെ നമ്മൾ അങ്ങോട്ട് വിടുകയാണ്. സ്നേഹനിലയത്തിലേക്ക് മാറ്റുകയാണ്. മൈനാഗപ്പള്ളി. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഓണത്തിന്റെ സന്തോഷ നാളുകൾ കഴിഞ്ഞ് വീണ്ടും നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷേ ഗണേശേട്ടനും കൂട്ടർക്കും ഓണവുമില്ല, സംക്രാന്തിയില്ല. അവരെപ്പോഴും ഓട്ടത്തിലാണ് നിരന്തരമായിട്ട്. എന്തായാലും ശ്യാമു കൂടെ ഉള്ളത് കൊണ്ട് ബാബുച്ചേട്ടനും ഗണേശേട്ടനും അതൊരു ഊർജ്ജമാണ്. അതോടൊപ്പം തന്നെ മനോജ് സാറിനെ കണ്ടിട്ടും കുറച്ച് നാളായി. വീണ്ടും പുതിയ ഒരു വ്യക്തി നമ്മുടെ സ്നേഹനിലയത്തിലേക്ക് കടന്നു വരികയാണ്. വളരെ സന്തോഷത്തോടെ സ്വാഗതം. ഓണത്തിന്റെ ദിവസങ്ങളിൽ വിളിച്ചപ്പോഴും അദ്ദേഹം തയ്യലും ഒക്കെ ഇട്ടിട്ട് വേറെ എന്തോ പരിപാടിയിൽ വ്യാപൃതനായിട്ട് പോയൊക്കെയായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നവരെ ഒന്ന് ചേർത്ത് ഏതെങ്കിലും ഒരു തണലിൽ ചേർത്ത് നിർത്താനായിട്ട് നിങ്ങളുടെ പരിശ്രമം. ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ഒക്കെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും, അത് ഉറപ്പാണ്. അത് ഈ ഒരു സ്നേഹനിലയം നടത്തിയുള്ള ഒരു 5-5.25 വർഷത്തെ പരിചയത്തിന്റെ പുറത്താണ് ഈ അനുഗ്രഹങ്ങൾ. തീർച്ചയായിട്ടും സ്നേഹനിലയം ഒന്നുമില്ലായ്മയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ ഒരുപാട് പേരെ കരുതുവാൻ തക്കവണ്ണം ഒരുപാട് പേരെ സ്നേഹനിലയത്തിന് വേണ്ടി ദൈവം തമ്പുരാൻ ഒരുക്കുന്നു. അത് നിങ്ങളിൽ കൂടിയും മറ്റുള്ളവരിൽ കൂടിയും ഒക്കെ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ശ്യാമെ, ഒത്തിരി സന്തോഷം. ഇവരോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു അഭിമാനം തന്നെയാണ് നിങ്ങൾക്കും. ചെറിയല കുണ്ട്ര ഭാഗമാണ് അല്ലെ? കുണ്ട്ര ഭാഗത്തു നിന്നും ഒറ്റപ്പെട്ടു പോയ ഹോസ്പിറ്റലിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ പ്രിയപ്പെട്ടവൻ 4 ദിവസമായി പരിചരണത്തിന് ആരുമില്ലാതെ ഇരിക്കുകയാണ്. ഗണേശേട്ടൻ ആ വിവരം അറിയുകയും ബാബുച്ചേട്ടനും ഗണേശേട്ടനും കൂടി അദ്ദേഹത്തെ ഏറ്റെടുത്ത് സൂപ്രണ്ടിന്റെ കത്തോടുകൂടി ഏറ്റെടുത്ത് സ്നേഹനിലയത്തിന്റെ തണലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പം നല്ല ഒരു ജീവിതം ആശംസിക്കുന്നു. നന്നായിട്ട് വരട്ടെ.